ഓക്കെ, അപ്പോൾ ബോണ്ടിൻ്റെ കോസ്റ്റ് കാണാനായിട്ട് നമ്മൾ പഠിച്ചു. സോ അതിനോടൊപ്പം തന്നെ ചെറിയൊരു ടോപ്പിക് കൂടെ ഉണ്ട്, ബോണ്ടിൻ്റെ വാല്യൂ കാണാനായിട്ട്. അതായത് ബോണ്ടിന് നമുക്കറിയാം, ബോണ്ടിന് ഫേസ് വാല്യൂ ഉണ്ടാവും അല്ലേ. ബോണ്ടിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ബോണ്ടിന് ഫേസ് വാല്യൂ ഉണ്ടാവും, പിന്നെ അതിനൊരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂപ്പൺ റേറ്റ് ഉണ്ടാവും. നോർമൽ ബോണ്ട്, നോർമൽ റെഡീമബിൾ ബോണ്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, മെച്യൂരിറ്റി ഉണ്ടാവും. നോർമലി ഇത് പേ ചെയ്യുന്നത് ആനുവലി ആയിരിക്കും, ആനുവൽ പേയ്മെൻ്റ് ആയിരിക്കും ഇൻട്രസ്റ്റ്. അത് സെമി ആനുവലി ആകാം. സോ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ബോണ്ടിൻ്റെ വാല്യൂ എങ്ങനെയാണ്, അതായത് ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എങ്ങനെയാണ്? സപ്പോസ് 1000 ഫേസ് വാല്യൂ ഉള്ള ഒരു ബോണ്ട് സെല്ല് ചെയ്യുന്നത് 1000 തന്നെ ആവണം നിർബന്ധമില്ല. അത് കൂടുതലോ കുറവോ ആവാം. അതിന് പ്രീമിയം എന്ന് പറയാം. കൂടുതലാണെങ്കിൽ അത് പ്രീമിയത്തിലാവും. അതായത് 1000 എന്നുള്ള ചിലപ്പോൾ 1100 സെല്ല് ചെയ്യുന്നത്, മേ ബി ഡിസ്കൗണ്ടിലാവാം. അതായത് 1000 ഫേസ് വാല്യൂ ഉള്ള 900 സെല്ല് ചെയ്യുന്നത്. അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോർമലിൻ്റെ പഠിക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബോണ്ട് അമോർട്ടൈസേഷൻ വരിക. അതായത് നോർമലി നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇഷ്യൂ ചെയ്യുന്നു, ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നു, ആൻഡ് അറ്റ് ദ മെച്യൂരിറ്റി നമ്മൾ റെഡീം ചെയ്യുന്നു എന്നാണ്. എന്നാൽ അങ്ങനത്തെ ബോണ്ടുകളല്ല, അമോർട്ടൈസ് ചെയ്യുന്ന ബോണ്ടുകളുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വാല്യൂ, ഓക്കെ. അപ്പോൾ ശ്രദ്ധിച്ചോ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ശ്രദ്ധിച്ചോ. സപ്പോസ് ഇതിൻ്റെ ഫേസ് വാല്യൂ, ഒരു ബോണ്ടിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 ആണെന്ന് വിചാരിക്കുക. ബോണ്ടിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 or 1000 വാട്ട് ഓർ ബി 1000 ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% ആണെന്ന് വിചാരിക്കുക. ആനുവൽ ഇൻട്രസ്റ്റ് 10%. അതിൻ്റെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് 5 years ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് സെല്ല് ചെയ്യുന്നത് മേ ബി പ്രീമിയത്തിലാവാം, അതായത് മോർ ദാൻ 1000 അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലാവാം, ലെസ് ദാൻ 1000 അല്ലെങ്കിൽ 1000 തന്നെ ആകാം. അത് മെയിനായിട്ട് നമ്മൾ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ഓഫ് ബോണ്ട്, നമ്മുടെ എങ്ങനെയാണ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ബോണ്ട് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യണേന്ന് നോക്കാം. സെല്ലിംഗ് പ്രൈസ് ഓഫ് എ ബോണ്ട് ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഇൻഫ്ലോസ് discounted at market rate of return. ഓക്കെ, അപ്പോൾ ഇത് എപ്പോഴും ഓർത്തിരിക്കുക. നമുക്ക് ധാരാളം കാൽക്കുലേഷൻസ് ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ്. ബോണ്ടിന്റെ വാല്യൂ, സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണിത്. എന്താണ്? പ്രസന്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഇൻഫ്ലോ ഡിസ്കൗണ്ടഡ് അറ്റ് ഏത് റേറ്റ് വെച്ചിട്ട്, മാർക്കറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കതിനെ ഡിസ്കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ ആ കിട്ടുന്ന വാല്യൂ ആണ് നമ്മളുടെ ശരിക്കുള്ള സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം. ഈ ഒരു ബോണ്ടിന്റെ പ്രത്യേകത എന്താ? ഇയർ. ഓക്കെ, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫിഫ്ത്ത് ഇയർ അല്ലേ. നമുക്ക് ഇതിന്റെ ക്യാഷ് ഫ്ലോ എന്താ നോക്കാം. ക്യാഷ് ഫ്ലോ, ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ, നിങ്ങളിത് 1000 ഇൻവെസ്റ്റ് ചെയ്താൽ അതിന്റെ അർത്ഥം എന്താ? ആദ്യത്തെ കൊല്ലം യു വിൽ ഗെറ്റ് 100 ആസ് ഇൻട്രസ്റ്റ്, 10% അല്ലേ. രണ്ടാമത്തെ കൊല്ലവും നമുക്ക് എന്ത് തന്നെ കിട്ടും? 100 ഇൻട്രസ്റ്റ് കിട്ടും. തേർഡ് ഇയറിൽ നമുക്ക് വീണ്ടും 100 കിട്ടും. ഫോർത്ത് ഇയറിൽ വീണ്ടും 100 കിട്ടും ഇൻട്രസ്റ്റ്. ലാസ്റ്റ് ഇയർ ഇൻട്രസ്റ്റും കിട്ടും. അത് കൂടാതെ നമുക്ക് ഇതിന്റെ ഫേസ് വാല്യൂ തിരിച്ചു കിട്ടും. ഓക്കെ, നോർമൽ കേസിൽ ഫേസ് വാല്യൂ, അത് ഫേസ് വാല്യൂ തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ പ്രീമിയത്തിലോ, നമ്മൾ നേരത്തെ പറഞ്ഞില്ല, പ്രീമിയത്തിലോ ഡിസ്കൗണ്ടിലൊക്കെ ആകാം. അപ്പൊ ഇതിൽ ഞാൻ അസ്യൂം ചെയ്യുന്നത് ഇത് ഫേസ് വാല്യൂ തന്നെ റെഡീം ചെയ്യുന്നു എന്നാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ക്യാഷ് ഫ്ലോ. നമ്മൾ ഏത് വെച്ച് ഡിസ്കൗണ്ട് ചെയ്യണം? പ്രസന്റ് വാല്യൂ ഫാക്ടർ അറ്റ് മാർക്കറ്റ് വാല്യൂ. പ്രസന്റ് വാല്യൂ ഫാക്ടർ അറ്റ് മാർക്കറ്റ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. പല സെനാരിയോ നമുക്ക് ചെയ്തു നോക്കാം. സപ്പോസ് ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെന്ന് വിചാരിക്കുക. കൂടുതൽ, അതായത് മോർ ദാൻ കൂപ്പൺ റേറ്റ്. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ഒരു 8 ഇടാം. 8 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ കൂപ്പൺ. സീല് നമുക്ക് ഏത് നോക്കാം? സീല് നമുക്ക് സെയിം തന്നെയാണെങ്കിൽ എന്തോ നോക്കാം. സെയിം തന്നെയാണെങ്കിൽ എന്താ സംഭവിക്കുക നോക്കാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഒരു ബോണ്ടിന്റെ മാർക്കറ്റ് പ്രൈസ് കാണാൻ പോവാണ്. ഇക്വേഷൻ ഇതാണ്. പ്രസന്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഇൻഫ്ലോ ഡിസ്കൗണ്ടഡ് അറ്റ് മാർക്കറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ. ക്യാഷ് ഫ്ലോസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. ഇൻട്രസ്റ്റ് കിട്ടും,
മെച്യൂരിറ്റി ആകുമ്പോൾ അതിൻ്റെ ഫേസ് വാല്യൂ കിട്ടും. ഓക്കെ, ഇനി എങ്ങനെയാണ് അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ 5 കൊല്ലം സെയിം അല്ലേ? ആദ്യത്തെ 5 കൊല്ലം സെയിം ആണല്ലോ, 100 വെച്ച് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് അതിന്റെ പ്രസന്റ് വാല്യൂ ആനുറ്റി ഫാക്ടർ കാണാലോ. ആദ്യം ഞാൻ ഏതെടുക്കാൻ പോകുന്നത്? ആദ്യം നമുക്ക് 12 വെച്ച് കാണാം. 12 വെച്ചിട്ട് കണ്ടു നോക്കാം. അപ്പോൾ എത്രയാ നോക്കിയേ? 1/1.12 നമ്മുടെ പ്രസന്റ് വാല്യൂ ആനുറ്റി ഫാക്ടർ. പ്രസന്റ് വാല്യൂ ഫാക്ടർ കാണാൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചാണ് 5 കൊല്ലം സെയിം ആയതുകൊണ്ട് ഓരോ കൊല്ലം ഡിസ്കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ആനുറ്റി എടുക്കാം അല്ലേ. അപ്പോൾ 1/1.12 1 2 3 4 5 അല്ലേ, GT അടിക്കുക. എത്ര വരിക? 100 ഇൻറ്റു 3.6047 കിട്ടും. ഓക്കെ, അപ്പോൾ അതിന്റെ വാല്യൂ എത്രയാണ് നോക്കാം. ഇൻറ്റു 100 ഈക്വൽ ടു എത്ര വരും? 360.47 വരും. ഓക്കെ, നിങ്ങളും ചെയ്തു നോക്കണം കേട്ടോ, ചെയ്തു നോക്കണം, എന്നാലും മനസ്സിലാവുള്ളൂ. വെറുതെ നോക്കി കണ്ട് പഠിക്കരുത്, ചെയ്തു നോക്കണം. ദെൻ 5ാമത്തെ കൊല്ലം വീണ്ടും 1000 ആണ് കിട്ടുന്നത്. വീണ്ടും അതിന്റെ പ്രസന്റ് വാല്യൂ ചെയ്താൽ മതി. 1/1.12 1 2 3 4 5. അപ്പോൾ എത്ര വരിക? 0.5674 വരും. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻറ്റു 1000 ഈക്വൽ ടു 567.42 അല്ലേ. രണ്ടും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ ഇൻഫ്ലോ അല്ലേ, പ്ലസ് 360.47 എത്ര വരും? 9 റുപ്പീസ് 927.89 കണ്ടോ. അപ്പോൾ 12 ആണെങ്കിൽ ഇതിന്റെ റേറ്റ് നോക്കിക്കോ. 12 ആണെങ്കിൽ ഇതിന്റെ റേറ്റ് എന്ന് പറയാൻ 927.89 ആയിരിക്കും. വളരെ ശ്രദ്ധിക്കുക. ഇപ്പൊ മനസ്സിലായി, ഒരു പർട്ടിക്കുലർ സെക്യൂരിറ്റി ബോണ്ട് അതിന്റെ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ, കൂപ്പൺ റേറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് സെല്ല് ചെയ്യുന്നത് ഡിസ്കൗണ്ടിലായിരിക്കും. അതിന്റെ കാരണം സിമ്പിളാണ്, എന്നാലോചിച്ച് നോക്കിയേ. ഇപ്പോൾ മാർക്കറ്റിൽ സെയിം റിസ്ക് ഉള്ള ഒരു ഇൻസ്ട്രുമെന്റിന് കൂടുതൽ കിട്ടുമെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യുന്ന ഏതായിരിക്കും? ഹയർ പ്രൈസ് ആയിരിക്കും, ഹയർ ഇൻട്രസ്റ്റ് അല്ലേ പ്രിഫർ ചെയ്യുക. സോ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും കമ്പനിക്ക് ഡിസ്കൗണ്ട് കൊടുക്കേണ്ടി വരും. അതാണ് ഇതിന്റെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ ദ ബോണ്ട് വിൽ സെൽ അറ്റ് എ ഡിസ്കൗണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നേരെ തിരിച്ചാലോചിച്ച് നോക്കിയേ, മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ നമ്മുടെ ബോണ്ടിന് 10% ഉണ്ടല്ലോ, സോ അതിന്റെ ഡിമാൻഡ് കൂടുതലായിരിക്കും. സോ ദ കമ്പനി ക്യാൻ ചാർജ് എ പ്രീമിയം അല്ലെ. ശ്രദ്ധിച്ച് നോക്കിയേ, 8 ആണെങ്കിൽ നോക്കാം, ഇത് നമുക്ക് 8ലേക്ക് കൺവേർട്ട് ചെയ്യാം. 8% അല്ലേ. അപ്പൊ ഇതൊക്കെ സെയിം തന്നെയായിരിക്കും. ക്യാഷ് ഫ്ലോ എമൗണ്ടുകൾക്കൊന്നും വ്യത്യാസമില്ല, പ്രസന്റ് വാല്യൂ ഫാക്ടർ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ 8% എത്രയാണ്? 1/1.08 1 2 3 4 5 GT എത്രയാ? 3.9927 അല്ലെ. എത്രയാ നോക്കിയേ? ഇൻറ്റു 100 ഈക്വൽ ടു എത്ര വരും? 399.27 വരും. പിന്നെ നമുക്ക് 5ാമത്തെ കൊല്ലത്ത് നോക്കാം. 1/1.08 1 2 3 4 5 സോറി 1/1.08 1 2 3 4 5 എത്ര വരിക? 0.6805. ഓക്കെ, എത്ര വരും? ഇൻറ്റു 1000 ഈക്വൽ ടു 680.58 വരും. ഓക്കെ, രണ്ടും കൂടെ ആഡ് ചെയ്യാം. 399.27 ഈക്വൽ ടു കണ്ടോ 1079.85 കണ്ടോ. അപ്പൊ നോക്കിയേ, ഞാൻ പറഞ്ഞത് കാര്യം ക്ലിയർ ആയില്ലേ? ഡിസ്കൗണ്ടിലാണ് അല്ലെങ്കിൽ മാർക്കറ്റ് റേറ്റ് കുറവാണെങ്കിൽ ബോണ്ടിന്റെ ഡിമാൻഡ് കൂടുതലായിരിക്കും. സോ വി വിൽ ഗെറ്റ് എ പ്രീമിയം കണ്ടോ. അപ്പൊ ഇവിടുത്തെ പ്രൈസ് എന്തായിരിക്കും? 1079.85 നമ്മൾക്ക് സെല്ല് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അടുത്ത് നിങ്ങൾക്ക് പറയാതെ തന്നെ പറയാൻ പറ്റുമല്ലോ. എന്താണ്? 10 ആണെങ്കിൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. 10 ആണ് മാർക്കറ്റ് റേറ്റ് എങ്കിൽ നമ്മുടെ ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് 10 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? സെയിം 1000 തന്നെയായിരിക്കും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് 10% ഇട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഒരെണ്ണത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് നോക്കണം കേട്ടോ, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. 3ആയിട്ട് ചെയ്ത് ആൻസർ ചെയ്യണം. അപ്പോൾ എന്താണ് നോക്കിയേ, ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 10% കണ്ടു നോക്കാം. സോ നമുക്കറിയാം നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 1000 തന്നെയായിരിക്കും. ഓക്കെ, 1/1.1 1 2 3 4 5 1/1.1 1 2 3 4 5 കിട്ടി. എത്രയാ? 3.7907. ഓക്കെ, ഇവിടെ 5. അപ്പൊ എത്ര വരും? ഇൻറ്റു 100 ഈക്വൽ ടു എത്ര വരും നോക്കിയേ? 379
0.0786 ഒക്കെ വരും. ഇത് നോക്കാം, 1/1.1 1 2 3 4 5 അഞ്ചാമത്തെ കൊല്ലത്തിൽ വരുമ്പോൾ എത്ര നോക്കിയേ 0.6209. ഓക്കെ, ഇൻറ്റു 1000 ഈക്വൽ ടു എത്ര വരും 620.92 രണ്ടും കൂടെ ആഡ് ചെയ്ത് ഈക്വൽ ടു പ്ലസ് 379.0786 കണ്ടോ. അപ്പോൾ നമുക്ക് 999.99 അത് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് എത്രയായിട്ട്, കാരണം നമ്മൾ ആ കുറച്ച് സീറോസ് ഒക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നുണ്ടല്ലോ, റൗണ്ട് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് വരുന്നത് കണ്ടോ. അപ്പോൾ 1000 കണ്ടോ. ഇങ്ങനെയാണ് ഒരു നോർമൽ ബോണ്ടിന്റെ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് മനസ്സിലാക്കേണ്ട ഒരു റൂൾ ഇതാണ്, ഇക്വേഷൻ ഇതാണ്. പ്രസന്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഇൻഫ്ലോ ഡിസ്കൗണ്ടഡ് അറ്റ് മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ദെൻ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ ബോണ്ട് വിൽ സെൽ അറ്റ് എ ഡിസ്കൗണ്ട്. മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ ബോണ്ട് വിൽ സെൽ അറ്റ് എ പ്രീമിയം. രണ്ട് ഈക്വൽ ആണെങ്കിൽ ദ മാർക്കറ്റ് വാല്യൂ സെല്ലിംഗ് പ്രൈസ് വിൽ ബി ഈക്വൽ ടു ഫേസ് വാല്യൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം, ചെയ്ത് പഠിക്കണം. ഓക്കെ, നമുക്ക് ഇനിയുള്ളത് അമോർട്ടൈസ് ചെയ്യും. ബോണ്ട് അമോർട്ടൈസ് ചെയ്യുന്ന ഈക്വൽ അമോർട്ടൈസേഷൻ വരും. അതായത് സാധാരണ ഇത് സീരിയൽ ബോണ്ട് എന്നൊക്കെ പറയും. അതായത് നമ്മൾ ഈ കേസിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്, ഈ കേസിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഫേസ് വാല്യൂ ഉണ്ടല്ലോ, നമ്മുടെ ഫേസ് വാല്യൂ എത്രയാ, ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 1000. ഈ 1000 നമ്മൾ അഞ്ചാമത്തെ മെച്യൂരിറ്റിയിലാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നതെന്നാണ് ഇവിടെ അസ്യൂം ചെയ്യുന്നത്. എന്നാൽ ഇത് ഈക്വൽ അമോർട്ടൈസേഷൻ ഉണ്ട്. അതായത് സീരിയൽ ബോണ്ടിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഈക്വൽ ഫൈനലി അല്ല തിരിച്ചു കൊടുക്കുക, ഓരോ കൊല്ലവും ഇപ്പൊ 5 കൊല്ലമാണെങ്കിൽ 1000/5, അപ്പൊ നമ്മൾ 2000 വെച്ച് തിരിച്ചു കൊടുക്കും, 200 വെച്ച് തിരിച്ചു കൊടുക്കും. ഇപ്പൊ ഒരു 10 കൊല്ലമാണെങ്കിൽ 1000/10 1000 വെച്ച് തിരിച്ചു കൊടുക്കും. ഓക്കെ, സോ അങ്ങനെയുള്ള ബോണ്ടിന്റെ വാല്യൂ കാണുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഏതാണ്ട് സെയിം കൺസെപ്റ്റ് തന്നെയാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 345 ഉണ്ട്, അമോർട്ടൈസേഷൻ ഓഫ് ബോണ്ട് വരുന്നുണ്ട്. എ ബോണ്ട് മേ ബി അമോർട്ടൈസ്ഡ് എവരി ഇയർ, ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ ഈസ് റീപെയ്ഡ് എവരി ഇയർ റാദർ ദാൻ അറ്റ് മെച്യൂരിറ്റി. കണ്ടോ, അപ്പൊ ഇതാണ് ഇതിന്റെ മീനിങ്. നമ്മൾ മെച്യൂരിറ്റിയിൽ തിരിച്ചു കൊടുക്കുന്നതിന് പകരമായിട്ട് ഓരോ കൊല്ലം അത് നമ്മൾ തിരിച്ചു കൊടുക്കും. 1000 5 കൊല്ലം കൊണ്ടാണെങ്കിൽ 200 വെച്ച് കൊടുക്കും, 1000 10 കൊല്ലം കൊണ്ടാണെങ്കിൽ 100 വെച്ച് തിരിച്ചു കൊടുക്കും. അതാണ് ഈക്വൽ അമോർട്ടൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ എക്സാമ്പിൾ നോക്കാം. എക്സ് ലിമിറ്റഡ് ഈസ് പ്രപ്പോസിംഗ് ടു സെൽ എ 5-year ബോണ്ട് ഓഫ് 10,000 ആണ്. അപ്പൊ അതിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10,000 ആണ്. 10,000 ആണ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാ നോക്കിയേ. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% പെർ ആനാണ്. 10% പെർ ആനോ ആണ്. ബോണ്ട് വിൽ അമോർട്ടൈസ്ഡ് ഈക്വലി ഓവർ ഇറ്റ് ലൈഫ്. 5-year ബോണ്ട് അല്ലെ. അപ്പൊ മെച്യൂരിറ്റി എന്ന് പറയുന്നത് 5 year ആണ്. വാട്ട് ഈസ് ദ ബോണ്ട് പ്രസന്റ് വാല്യൂ ഫോർ ആൻ ഇൻവെസ്റ്റർ? വാട്ട് ഈസ് ദ ബോണ്ട്സ് പ്രസന്റ് വാല്യൂ ഫോർ ആൻ ഇൻവെസ്റ്റർ ഇഫ് യു എക്സ്പെക്ട് എ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ? കണ്ടോ, അപ്പോൾ ഇത് നമുക്ക് മാർക്കറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ആയിട്ട് എടുക്കാം. നമ്മുടെ മാർക്കറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ആയിട്ട് മിനിമം റിട്ടേൺ എടുക്കാം. റിട്ടേൺ ഈക്വൽ ടു 6%. 6%. ഓക്കെ, അപ്പോൾ ഇതെന്താ നമുക്ക് നോക്കാം. കാരണം ഇവിടെ നമ്മൾ ഒറ്റയടിക്കല്ല തിരിച്ചു കൊടുക്കുന്നത്, ഓരോ കൊല്ലവും ഇയർ എൻഡിൽ നമ്മൾ തിരിച്ചു കൊടുക്കും. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാ നോക്കാം, ക്യാഷ് ഫ്ലോസ് എങ്ങനെയാ നോക്കാം. ഇയർ നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് ക്യാപിറ്റൽ അല്ലെ, ഔട്ട്സ്റ്റാൻഡിങ് ഫേസ് വാല്യൂ ക്യാപിറ്റൽ മതി. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ എത്രയാ, ഔട്ട്സ്റ്റാൻഡിങ് ക്യാപിറ്റൽ. ഓക്കെ, ഫസ്റ്റ് ഇയറിൽ ഇത് എത്ര തന്നെയുണ്ട്, 1000 തന്നെയുണ്ട്. ഇൻട്രസ്റ്റ് എത്രയാ നോക്കാം. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അറ്റ് 10%. അപ്പോൾ എത്ര വരും, 1000 അല്ല 10,000. അതിൻ്റെ 10%. അപ്പോൾ എത്ര വരും നോക്കിയേ, 1000 വരും അല്ലേ. ദെൻ നമ്മളുടെ റീപേയ്മെന്റ് ഈക്വൽ റീപേയ്മെന്റ് ആണ്. അപ്പോൾ എത്രയാ, 10,000/5 നമ്മൾ എത്ര തിരിച്ചു കൊടുക്കും, 2,000 തിരിച്ചു കൊടുക്കും അല്ലെ. അപ്പോൾ നമ്മുടെ ക്യാഷ് ഫ്ലോ
1000 ഇൻട്രസ്റ്റും 2000 നമ്മളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ റീപേ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ എത്രയാ ടോട്ടൽ പേ ചെയ്തത് 3000. അപ്പോൾ നിങ്ങളാണ് ഈ ബോണ്ട് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന 10,000, അതിന്റെ 10% ഇൻട്രസ്റ്റ് ഞാൻ ആദ്യത്തെ കൊല്ലം തരും, ദാറ്റ് ഈസ് 1000. അത് കൂടാതെ 2000 രൂപ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും. അല്ലെ, ഫസ്റ്റ് ഇയർ എൻഡിൽ നിങ്ങൾക്ക് ആകെ കിട്ടുന്നത് 3000. ഇനി എത്ര നോക്കിയേ, സെക്കൻഡ് ഇയറിൽ ഇനി ബാക്കി 8000 അല്ലേ ഉള്ളൂ. 2000 തിരിച്ചു കിട്ടിയില്ലേ, ബാക്കി 8000, അതിന്റെ 10%. അപ്പൊ എത്രയാ 800. പ്രിൻസിപ്പൽ എത്രയാ സെയിം, ഇത് സെയിം ആണ് 2000. ടോട്ടൽ എത്രയാ 2800. ഓക്കെ, തേർഡ് ഇയറിൽ നോക്കിയേ, ഇനി ബാക്കി 6000 ഉള്ളൂ അല്ലേ, അതിന്റെ 10% ഇൻട്രസ്റ്റ് എത്ര വരും 600. വീണ്ടും 2000 തിരിച്ചു വന്നു, അപ്പൊ എത്രയാ 2600. ദെൻ ഫോർത്ത് ഇയറിൽ വീണ്ടും 4000 ഉള്ളൂ അല്ലെ, ഇൻട്രസ്റ്റ് എത്രയാ, അതിന്റെ 10% 400. വീണ്ടും 2000 തിരിച്ചു വന്നു, അപ്പൊ ആകെ എത്ര തിരിച്ചു കിട്ടി 2400 തിരിച്ചു കിട്ടി. ലാസ്റ്റ് ഇയർ ഇനിയിപ്പോ ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ള 2000 ഉള്ളൂ. ആ 2000 200 ഇൻട്രസ്റ്റ്, ആ 2000 നമുക്ക് തിരിച്ചു വന്നു. ടോട്ടൽ തിരിച്ചു വന്നത് 2200 ലാസ്റ്റ് ഇയറിൽ കണ്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ ക്യാഷ് ഫ്ലോസ് ഏതില്, ഈക്വൽ അമോർട്ടൈസേഷനിൽ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ മറ്റേത് നമ്മൾ എല്ലാ കൊല്ലവും സെയിം ഇൻട്രസ്റ്റ് കിട്ടും, ഇവിടെ സെയിം ഇൻട്രസ്റ്റ് കിട്ടില്ല. കാരണം നമ്മുടെ ഫേസ് വാല്യൂ കുറഞ്ഞു വരുന്നതനുസരിച്ചിട്ട് നമ്മൾ കിട്ടുന്ന ഇൻട്രസ്റ്റും കുറയും. ഈക്വൽ അമോർട്ടൈസേഷൻ ആയിരിക്കും, ഫേസ് വാല്യൂ ഈക്വൽ ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അല്ലെ. നമുക്ക് ഇനി ഒന്ന് ഡിസ്കൗണ്ട് ചെയ്യാം. സെക്കൻഡ്. ഓക്കെ, പ്രസന്റ് വാല്യൂ ഫാക്ടർ അറ്റ് 6% ആണ് നമുക്കറിയാം. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എത്രയാന്ന് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം നമ്മുടെ പ്രസന്റ് വാല്യൂ ഫാക്ടേഴ്സ് ഒന്ന് നോട്ട് ചെയ്യാം. 1/1.06 0.9433. അടുത്ത കൊല്ലം 0.8899. അടുത്ത കൊല്ലം 0.8396. അടുത്ത കൊല്ലം 0.7920. ആൻഡ് ലാസ്റ്റ് ഇയർ 0.7472. ഓക്കെ, ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. 1/1.06 9433 8899 8396 7920 7472. ഓക്കെ, ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ആയിട്ട് നമുക്ക് ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ആദ്യത്തെ വരുമ്പോൾ 3000 ഇൻറ്റു 0.9433 ഈക്വൽ ടു എത്ര വരും 2829.9. ഓക്കെ, അടുത്തല്ലോ 2800 ഇൻറ്റു 0.8899 ഈക്വൽ ടു എത്ര വരും 2491.72. അടുത്ത കൊല്ലം 2600 ഇൻറ്റു 0.8396 ഈക്വൽ ടു എത്ര വരും നോക്കിയേ 2182.96. അടുത്ത 2100 ഇൻറ്റു 0.7920 ഈക്വൽ ടു 1900.8. ലാസ്റ്റ് ഇയർ 2200 ഇൻറ്റു 0.7472. ഇപ്പോൾ എത്ര വരും 1643.84. എല്ലാം കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്യാം. എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്നത് എത്രയായിരിക്കും 11,049.22. ചെക്ക് ചെയ്യാം. കണ്ടോ 11,049.22. ഓക്കെ, റൗണ്ട് ചെയ്തിട്ട് 11,050. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള സംഭവം. ഇതാണ് ഈക്വൽ അമോർട്ടൈസേഷൻ. ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചോ. ഫേസ് വാല്യൂ ഓരോ കൊല്ലം കുറഞ്ഞു വരും, അപ്പോൾ ഇൻട്രസ്റ്റ് കുറഞ്ഞു വരും.
ബട്ട് റീപേയ്മെന്റ് നമുക്ക് എല്ലാ കൊല്ലം ഈക്വൽ ആയിട്ട് കിട്ടും. 2000 കിട്ടും. 10,000 ആയതുകൊണ്ടാണ് കേട്ടോ, 10,000 5 ഇയർ ആയതുകൊണ്ടാണ് 10,000/5, അങ്ങനെയാണ് 2000. പിന്നെ നമ്മൾ ഏത് വെച്ചാണ് മാർക്കറ്റ് വാല്യൂ, റിക്കോർഡ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ എക്സ്പെക്ടഡ് റിട്ടേൺ വെച്ചിട്ട് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നു, 6% ഡിസ്കൗണ്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ഓഫ് ബോണ്ട് എന്ന് പറയുന്നത് 11,049 ആയിരിക്കും, അല്ലെങ്കിൽ 11,050 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബോണ്ടിന്റെ കാൽക്കുലേഷൻസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഏതൊക്കെ ചെയ്തു? റെഡീമബിൾ, ഇറഡീമബിൾ, കൺവേർട്ടബിൾ, പിന്നെ ഇതിന്റെ ബോണ്ടിന്റെ വാല്യുവേഷൻ, അത് നോർമൽ ബോണ്ടും അതുപോലെ തന്നെ ഈക്വൽ അമോർട്ടൈസേഷനും. ഇത്രയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇനി അപ്പോൾ നമ്മൾ മെയിനായിട്ട് തുടങ്ങിയപ്പോൾ പറഞ്ഞു മൂന്നെണ്ണം ഉള്ളത്: ഡെപ്റ്റ്, പ്രിഫറൻസ് ഷെയർ, ഇക്വിറ്റി ഷെയർ, പിന്നെ റീറ്റെയിൻ ഏർണിങ്സ് ഉണ്ട് അതിന്റെ പാർട്ടായിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡെപ്റ്റ് കഴിഞ്ഞല്ലോ, അടുത്ത നമുക്ക് പ്രിഫറൻസ് ഷെയറിലേക്ക് പോവാം. ഓക്കെ, ഇനി പ്രിഫറൻസ് ഷെയർ പഠിക്കാം. പ്രിഫറൻസ് ഷെയർ 2 ടൈപ്പ് ഉണ്ട്. നമ്മൾ ഡിബഞ്ചർ അല്ലെങ്കിൽ ബോണ്ട് പറഞ്ഞ പോലെ തന്നെ അത് റെഡീമബിളും ആവാം, ഇറഡീമബിളും ആവാം. ഇക്വേഷൻ ഒക്കെ ഏതാണ്ട് സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഡെറ്റിന്റെ എന്താ പഠിച്ചത്? ആദ്യം നമുക്ക് ഇറഡീമബിൾ പഠിക്കാം. അപ്പൊ എന്തായിരുന്നു? D/NP × 1 - T. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, എന്തില്ല, നമ്മൾ നേരത്തെ പറഞ്ഞു എന്തിനു മാത്രമേ ടാക്സ് സേവിങ്സ് ഉള്ളൂ? ഇൻട്രസ്റ്റിന് മാത്രമല്ലേ ടാക്സ് സേവിങ്സ് ഉള്ളൂ. ഇവിടെ എന്തില്ല, ഇവിടെ ഇൻട്രസ്റ്റ് അല്ല, പകരം എന്താ കൊടുക്കുന്നത്? പകരം ഡിവിഡൻഡ് ആണ് കൊടുക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടില്ല? ടാക്സ് സേവിങ്സ് ഇല്ല. അപ്പൊ 1 - T എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. അപ്പൊ എന്തായിരിക്കും നമ്മുടെ കോസ്റ്റ് ഓഫ് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർ? ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഈക്വൽ ടു ഡിവിഡൻഡ് അല്ലെ. ഇൻട്രസ്റ്റിന് പകരം എന്താണ്? ഇൻട്രസ്റ്റിന് പകരം ഡിവിഡൻഡ്. ഡിവൈഡ് ബൈ NP. നമ്മൾ അവിടെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? നെറ്റ് പ്രൊസീഡ്സ്. NB എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? NB എന്ന് പറഞ്ഞാൽ എന്താ ഓർക്കുന്നില്ലേ? മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇഷ്യൂ കോസ്റ്റ്. അത്രേ ഉള്ളൂ. ഇതാണ് ഇറഡീമബിൾ. ഓക്കെ, നോർമൽ. ഇനി ഒരു കേസോടെ ഇതിനകത്ത് വരുന്നുണ്ട്, നോക്കാം. റെഡീമബിൾ പഠിച്ചിട്ട് നമുക്ക് റെഡീമബിളിലേക്ക് വരാം. ഓക്കെ, നോക്കിക്കോട്ടെ. കോസ്റ്റ് ഓഫ് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഉണ്ടോ? അപ്പൊ ഇവിടെ നമ്മൾ ഇതാണ് പഠിച്ചത്, D/NP. ഓക്കെ, ഡിവിഡൻഡ് ബൈ NP. എന്തില്ല? 1 - T ഇല്ല. അതെന്താന്ന് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഡിവിഡൻഡ് എന്തല്ല? ഡിവിഡൻഡ് ഒരു എക്സ്പെൻസ് അല്ല. എക്സ്പെൻസിന് മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ടാക്സ് സേവിങ്സ് കിട്ടുള്ളൂ. ഡിവിഡൻഡ് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. അപ്പൊ അതിനെന്തില്ല? ടാക്സ് സേവിങ്സ് ഇല്ല ഉണ്ടോ? അപ്പൊ അതാണ് പറഞ്ഞത് D/NP അല്ലേ. ശ്രദ്ധിക്കുക കേട്ടോ ഒരു കാര്യം. ഇനി വെൻ ഡിവിഡൻഡ് ടാക്സ് ഈസ് നോട്ട് കൺസിഡേർഡ്, ചിലപ്പോ കമ്പനി ടാക്സ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും, ഡിവിഡൻഡിന് ടാക്സ്. അപ്പൊ കമ്പനിയുടെ കോസ്റ്റ് കൂടും. ശ്രദ്ധിക്കുക, ഇൻട്രസ്റ്റിന് ടാക്സ് സേവിങ്സ് കിട്ടും, കമ്പനിയുടെ കോസ്റ്റ് കുറയും. ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ കമ്പനി ഡിവിഡൻഡിന് ചിലപ്പോൾ എന്ത് കൊടുക്കേണ്ടി വരും? ടാക്സ് കൊടുക്കേണ്ടി വരും. സോ അപ്പൊ എന്താണ്? അപ്പൊ നമുക്ക് കമ്പനിയുടെ ലയബിലിറ്റി കൂടും. അപ്പൊ എന്താ നോക്കി ഇക്വേഷൻ? D × 1 + D1. ഉണ്ടോ? D1 എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ടാക്സ്. ബാക്കി ഉണ്ടോ? D × 1 + D1 ആ. ഓക്കെ, എന്താ നോക്കിയേ? D × അടുത്ത വരുമ്പോൾ ഉണ്ട്. അപ്പൊ നമ്മൾ വിത്ത് ടാക്സ്. എന്താണ്? ന്യൂമറേറ്റർ സെയിം തന്നെയാണ്, D/NP. ഇവിടെ D വരുമ്പോൾ ടാക്സ് വരും. 1 + D1. D1 എന്ന് ഉദ്ദേശിക്കുന്നത് ഡിവിഡൻഡ് ടാക്സ് ആണ്. /NP. നെറ്റ് പ്രൊസീഡ്സ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻട്രസ്റ്റിന് നമ്മുടെ ഇൻകം ടാക്സ് ആണ് പറയുന്നത്. ഇൻകം ടാക്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ലയബിലിറ്റി കുറയും, ടാക്സ് സേവിങ്സ് കിട്ടും. എന്നാൽ ഡിവിഡൻഡിന് ഡിവിഡൻഡ് ടാക്സ് ഉണ്ടെങ്കിൽ ലയബിലിറ്റി കൂടും. ഓക്കെ, ഇതൊക്കെ നമുക്ക് ചെയ്തു നോക്കാം. ആസ് ലിമിറ്റഡ് ഇഷ്യൂസ് 10% ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഓഫ് 100 ഈച്ച് ഫോർ 10 lakh. ഫേസ് വാല്യൂ 100 ആണ്. വാട്ട് വിൽ ബി ദ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ? ഈ പ്രിഫറൻസ് ഷെയർ ആർ ഇഷ്യൂഡ് അറ്റ് പാർ, 10% പ്രീമിയം, അത് 10% ഡിസ്കൗണ്ട്, അസ്യൂം നോ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ്. അപ്പോൾ ടാക്സ് ഇല്ലെങ്കിൽ പിന്നെ വളരെ ഈസിയാണ്. എന്താണ്? D/NP ചെയ്താൽ മതി ഇല്ലേ. അപ്പോൾ ഫസ്റ്റ് കേസ് എന്താ? ഫസ്റ്റ് കേസിൽ ഡിവിഡൻഡ് പറയുന്നത് എപ്പോഴും ഫേസ് വാല്യൂലായിരിക്കും. അപ്പോൾ 100ന്റെ എന്ന് പറയുമ്പോൾ 10 എന്ന് പറയുമ്പോൾ 10% 10 ഡിവൈഡ് ബൈ ഇഷ്യൂഡ് അറ്റ് പാർ. അപ്പോൾ 10/100
100 ഇൻറ്റു പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഇൻറ്റു 100 ഈക്വൽ ടു 10% തന്നെ. രണ്ടാമത്തെ എന്താ? രണ്ടാമത്തെ അറ്റ് 10% പ്രീമിയം, ഇത് മാറുന്നില്ല. 10 ഡിവൈഡ് ബൈ 110 പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാം. 10/110% എത്ര വരും? 9.09%. അടുത്ത് നോക്കാം. ന്യൂമറേറ്റർ സെയിം തന്നെ. ഡിവിഡൻഡ് ഡിവൈഡ് ബൈ അറ്റ് 10% ഡിസ്കൗണ്ട് അല്ലേ, അപ്പോൾ എത്ര വരും? 90 ഇൻറ്റു 100 എത്ര നോക്കിയേ? 10/90 ഇൻറ്റു 100 എത്ര വരും? 11.11%. ഇത്രയേ ഉള്ളൂ. ഇവിടെ ഡിവിഡൻഡ് ടാക്സ് കൺസിഡർ ചെയ്യുന്നില്ല. ടാക്സ് ഉള്ള വേറെ ചെയ്ത് കാണിച്ചു തരാം. അതുകൊണ്ട് ഇത് നോർമൽ നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടതുപോലെ ബോണ്ടിന്റെ കണ്ടതുപോലെ തന്നെയാണ്. എന്താന്ന് മാത്രം നമുക്ക് എന്താണ് ടാക്സ് സേവിങ്സ് ഇല്ല. 1 - T ശ്രദ്ധിക്കാതെ പോലും അല്ലെങ്കിൽ അശ്രദ്ധമായിട്ട് നിങ്ങൾ ചെയ്യരുത്. എക്സാമിന് ചിലപ്പോൾ ആഫ്റ്റർ ടാക്സ് ഒക്കെ ആയിരിക്കും ചോദിക്കണേ. അപ്പോൾ അതൊന്നും അഡ്ജസ്റ്റ് ചെയ്യരുത്. കാരണം ടാക്സ് സേവിങ്സ് കിട്ടുന്ന ഏതിന് മാത്രമേ ഉള്ളൂ? ഇൻട്രസ്റ്റിന് മാത്രമേ ഉള്ളൂ. ബോണ്ടോ ഡിബഞ്ചറോ എന്തെങ്കിലും ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് റെഡീമബിളിലേക്ക് വരാം. ഓക്കെ, റെഡീമബിളിലും നമ്മൾ പഠിച്ച ഏതാണ്ട് സെയിം. നമ്മൾ ഡെപ്റ്റിന്റെ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? ഡി ഇൻറ്റു അവിടെ ഐ ഇൻറ്റു 1 - T പ്ലസ് ആർ വി മൈനസ് എൻ പി ബൈ എൻ ഓൾ ഡിവൈഡ് ബൈ ആർ വി റിഡംഷൻ വാല്യൂ പ്ലസ് നെറ്റ് പ്രൊസീഡ്സ് ബൈ 2 അല്ലെ. ഏതാണ്ട് ഇവിടെ സെയിം. രണ്ട് കാര്യങ്ങൾ വ്യത്യാസം. സെയിം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ വ്യത്യാസം. എന്താ? ഒന്ന് ടാക്സ് ഇല്ല, 1 - T ഇല്ല. രണ്ട് ഇൻട്രസ്റ്റിന് പകരം എന്താണ്? ഡിവിഡൻഡ് ആണ്. കണ്ടോ നോക്കിയേ, ബാക്കിയെല്ലാം സെയിം. കണ്ടോ ഇവിടെ എന്താണ്? ഇവിടെ ഡി, ഇവിടെ ഡി ആർ വി മൈനസ് എൻ ബി റിഡംഷൻ വാല്യൂ മൈനസ് നെറ്റ് പ്രൊസീഡ്സ് ബൈ എൻ നമ്പർ ഓഫ് ഇയേഴ്സ് ആർ വി പ്ലസ് എൻ പി ബൈ 2 എല്ലാം വെൻ ഡിവിഡൻഡ് ടാക്സ് ഈസ് നോട്ട് കൺസിഡേർഡ്. ഡിവിഡൻഡ് ടാക്സ് വരുവാണെങ്കിൽ എന്ത് വരും? ഇത് കൂടെ കയറി വരും. എന്താണ്? ഡി ഇൻറ്റു 1 പ്ലസ് D1. ഓക്കെ, ലയബിലിറ്റി കൂടും. ബാക്കിയെല്ലാം സെയിം തന്നെ. ആർ വി മൈനസ് എൻ ബി ബൈ എൻ ഓൾ ഡിവൈഡ് ബൈ ആർ വി പ്ലസ് എൻ പി ബൈ 2. ഓക്കെ, അതെല്ലാം സെയിം തന്നെ. കണ്ടോ? അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. കണ്ടോ എന്താണ്? കെ പി ഈക്വൽ ടു കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ, ആനുവൽ ഡിവിഡൻഡ്, ഡിവിഡൻഡ് ടാക്സ്, റിഡംഷൻ വാല്യൂ, റെഡീമബിൾ വാല്യൂ, നെറ്റ് പ്രൊസീഡ്സ്, നമ്പർ ഓഫ് ഇയേഴ്സ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ടാക്സ് കാണുന്നത് എങ്ങനെയാണ്. ടാക്സ് കാണുമ്പോൾ ടാക്സ് ഓൺ ഡിവിഡൻഡിൽ ഒരു 10% ആണ് ടാക്സ് എങ്കിൽ അതിൽ സർചാർജ് ചാർജ് ചെയ്യണം. സർചാർജ് നോക്കിയേ, ഏതിലാണ് കാണേണ്ടത്? ഈ വാല്യൂലാണ് സർചാർജ് കാണേണ്ടത്. ഏതിൽ? ടാക്സിൽ. എഡ്യൂക്കേഷൻ സെസ് കാണുമ്പോഴോ? എഡ്യൂക്കേഷൻ സെസ് കാണുമ്പോൾ ടാക്സ് ടു ബി കാൽക്കുലേറ്റ് ദ സം ടോട്ടൽ ഓഫ് ടാക്സ് ഓൺ ഡിവിഡൻഡ് ആൻഡ് സർചാർജ്. ഇത് രണ്ടും കൂടെ കൂട്ടുക. ഡിവിഡൻഡും ടാക്സും സർചാർജും കൂടി കൂട്ടിയിട്ട് അതിൽ വേണം എന്ത് കാണാനായിട്ട്? എഡ്യൂക്കേഷൻ സെസ് കാണാനായിട്ട്. അതുപോലെ സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സെസോ ടു ബി കാൽക്കുലേറ്റഡ് ഓൺ ദ സം ടോട്ടൽ ഓഫ് ടാക്സ് ഓൺ ഡിവിഡൻഡ് ആൻഡ് സർചാർജ്. വീണ്ടും ഇതേ രണ്ടത്തിൽ വേണം, ഈ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് വേണം അതിൽ വേണം എഡ്യൂക്കേഷൻ സെസ്സും അതുപോലെ തന്നെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അതിൽ വേണം എന്തും കൂടെ കാണാനായിട്ട്? സെക്കൻഡറി എഡ്യൂക്കേഷൻ സെസ്സും കൂടെ കാണാനായിട്ട്. ഇതെല്ലാം കൂടെ കൂട്ടുന്നതാണ് നമ്മൾ ടോട്ടൽ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് വരുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ റെഡീമബിൾ ആണ്. ഡി പ്ലസ്, തൽക്കാലം നമ്മൾ ടാക്സ് എടുക്കുന്നില്ല. ഡി പ്ലസ് ആർ വി മൈനസ് എൻ പി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ഹോൾ ഡിവൈഡഡ് ബൈ ആർ വി പ്ലസ് എൻ പി ബൈ 2 ആവറേജ് വാല്യൂ. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഓക്കെ, നോക്കിക്കോ, ക്വസ്റ്റ്യൻ ചെയ്യാം. ഇലുസ്ട്രേഷൻ 9. ബി ലിമിറ്റഡ് ഇഷ്യൂഡ് 60,000 12% റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഓഫ് 100 ഈച്ച്. നമുക്ക് ഞാൻ പറഞ്ഞു ടോട്ടൽ വാല്യൂ ഒന്നും എടുത്ത് ചെയ്യണമെന്നില്ല. വേണ്ട, ഇവിടെയൊക്കെ ടോട്ടൽ വാല്യൂയിലേക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരെണ്ണത്തിൽ ചെയ്താൽ മതി. ഫേസ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ. കണ്ട, ഫേസ് വാല്യൂ 100 ആണ്.
അറ്റ് എ പ്രീമിയം ഓഫ് 5 ഈച്ച്. അപ്പോൾ റെഡീം ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എത്രയാ? ഇഷ്യൂഡ് 60,000, 12% റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഓഫ് 100 ഈച്ച് അറ്റ് എ പ്രീമിയം ഓഫ് 5, റെഡീമബിൾ ആഫ്റ്റർ 10 ഇയർ അറ്റ് എ പ്രീമിയം ഓഫ് 10. കണ്ടോ? അപ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്തത് 105-ന്, റെഡീം ചെയ്യുന്നത് 110-ന്, 10 കൊല്ലം കഴിഞ്ഞ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഓഫ് ഈച്ച് ഷെയർ ഈസ് 3. You are required to calculate the cost of preference share after അല്ലെങ്കിൽ ഇഗ്നോറിങ് ഡിവിഡൻഡ് ടാക്സ്. അപ്പോൾ ഓരോന്ന് എത്രയാന്ന് നോക്കാം, നമുക്ക് ഓരോന്ന് എന്താ നോക്കാം. ഓക്കെ, ഡിവിഡൻഡ് ഏതാ? 100-ന്റെ 12% അല്ലെ, അപ്പോൾ എത്ര വരും? 12. ഫേസ് വാല്യൂലാണ് ഡിവിഡൻഡ് കൊടുക്കണേന്ന് നമുക്കറിയാം, അപ്പോൾ 12. റിഡംഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നോക്കിയേ. റെഡീം ചെയ്യുന്ന എന്താ പറയുന്നത്? റെഡീമബിൾ ആഫ്റ്റർ 10 ഇയർ അറ്റ് എ പ്രീമിയം ഓഫ് 10. അപ്പോൾ 110, 100 ഫേസ് വാല്യൂ, $10 പ്രീമിയം. അപ്പോൾ 110-നാണ് റെഡീം ചെയ്യുന്നത്. എൻ പി എത്രയാ നോക്കിയേ? നെറ്റ് പ്രൊസീഡ്സ് 100 ഫേസ് വാല്യൂ, $5 പ്രീമിയം, അപ്പോൾ 105. ആൻഡ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് 3 അല്ലേ, അപ്പോൾ നമുക്കറിയാം 105 മൈനസ് 3, 102 നമ്മുടെ എൻ പി അല്ലേ. ദെൻ എൻ നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്കറിയാം 10. ഇതിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കിയേ. ഈക്വൽ ടു ഡി എത്രയാ? 12 പ്ലസ് ആർ വി 110 മൈനസ് എൻ പി 103 ഡിവൈഡഡ് ബൈ 10 അല്ലേ, ഡിവൈഡ് ബൈ 10 ഓൾ ഡിവൈഡഡ് ബൈ 110 പ്ലസ് 103 ഡിവൈഡഡ് ബൈ 2 അല്ലെ. അപ്പോൾ എത്ര നോക്കി ഇവിടെ ഒന്നുകൂടെ ചെയ്യാം. 12 പ്ലസ് 110 മൈനസ് 103 അല്ല 102 ഓക്കെ. 110 മൈനസ് 102 ഡിവൈഡഡ് ബൈ 10 എത്ര വരും നോക്കി? ഒരു 0.80 കൂടി വരും. ഓക്കെ, ഒരു 0.80. അപ്പോൾ ടോട്ടൽ വരുമ്പോൾ എത്ര വരും? ടോട്ടൽ വരുമ്പോൾ 12.80 വരും അല്ലേ. ഞാൻ താഴേക്ക് എഴുതാം. ന്യൂമറേറ്റർ ആണ് 12.80 ഡിവൈഡഡ് ബൈ എത്രയാ? 110 പ്ലസ് 102 ബൈ 2 എത്ര വരും? 106 പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാം. 12.8 ഡിവൈഡ് ബൈ 106 ഇൻറ്റു 100 ഈക്വൽ ടു എത്രയാ? 12.07%. 12.07%. ഓക്കെ, കണ്ടോ? ഇവിടെ ഫുൾ വാല്യൂല് ചെയ്തിരിക്കുന്നത്, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഫേസ് വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേസ് വാല്യൂ ചെയ്താൽ മതി. ഇപ്പൊ ഫുള്ള് ചെയ്താലും എല്ലാം ഫൈനൽ ആൻസർ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ നോക്കാം. ഡിവിഡൻഡ് ടാക്സ് വരുമ്പോൾ എന്താ നോക്കാം. ശ്രദ്ധിച്ചേ. വൈ കമ്പനി ലിമിറ്റഡ് ഇഷ്യൂ 10,000 12% പ്രിഫറൻസ് ഷെയർ ഓഫ് 100 ഈച്ച് അറ്റ് എ പ്രീമിയം ഓഫ് 10 ബട്ട് റെഡീമബിൾ അറ്റ് എ പ്രീമിയം ഓഫ് 20% ആഫ്റ്റർ 5 years. ദ കമ്പനി പേയ്സ് അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ 5%, ടാക്സ് ഓൺ ഡിവിഡൻഡ് 12.5%, സർചാർജ് 2.5%, എഡ്യൂക്കേഷൻ സെസ് 3%, കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ നോക്കിയേ. നമ്മളുടെ ഓരോ നമുക്ക് എടുത്തെഴുതാം. ശ്രദ്ധിച്ചോ, ഇതുപോലെ തന്നെ എഴുതാം. അപ്പോൾ ഇവിടെ എന്താ? ഇവിടെ 1 പ്ലസ് D1 കൂടെ വരും. അത്രേ ഉള്ളൂ വ്യത്യാസം, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പൊ ഇത് 12 തന്നെ, സെയിം തന്നെയല്ലേ. 100 ആണ്, 12 ആണ്, അത് സെയിം തന്നെയാണ്. ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം 10%, ബട്ട് റെഡീമബിൾ അറ്റ് എ പ്രീമിയം 20. റെഡീം ചെയ്യുന്നത് 20-നാണ്, 120-ക്കാണ്. ഇവിടെ നമ്മൾ 110-നാണ് സെല് ചെയ്യുന്നത്. 110 മൈനസ് അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ
അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ഗ്യാരണ്ടി നിൽക്കുമല്ലോ, ഈ അണ്ടർ റൈറ്റേഴ്സ് ഒക്കെ ഗ്യാരണ്ടി നിൽക്കും. അപ്പോൾ അതിന് നമുക്കൊരു കമ്മീഷൻ ഉണ്ടാവും, അതാണ് അണ്ടർ റൈറ്റിംഗ്. ഇഷ്യൂ കോസ്റ്റ് എന്ന് എടുത്താൽ മതി. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആണ് 5%. അപ്പോൾ സാധാരണ ചിലപ്പോൾ ഫേസ് വാല്യൂലായിരിക്കും, ഒന്നും പറയുന്നില്ലെങ്കിൽ നമ്മൾ ഇഷ്യൂ പ്രൈസ് തന്നെ എടുക്കാം. ഇഷ്യൂ പ്രൈസിന്റെ 5% അല്ലേ, ഇഷ്യൂ പ്രൈസിന്റെ 5%. അപ്പൊ എത്ര വരും നോക്കി, 110 മൈനസ് 5.5 ഈക്വൽ ടു 104.5 വരും. ഇതാണ് നമ്മളുടെ നെറ്റ് പ്രൊസീഡ്സ്. എൻ എത്രയായിരുന്നു, എൻ 5 അല്ലേ, എൻ ആഫ്റ്റർ 5 years എൻ 5 ആണ്. ഓക്കെ, ഒരു കാര്യം കൊണ്ട് നമ്മൾ D1 ഡിവിഡൻഡ് ടാക്സ് എത്രയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു ഡിവിഡൻഡ് ടാക്സ് 12.5%. 12.5%. അതുകൂടാതെ എന്ത് വരും, സർചാർജ് കണ്ട, അതിൻ്റെ ഒരു 2.5%, ഇതിൻ്റെ 2.5%, ഇതിൻ്റെ 2.5% കേട്ടോ. അപ്പോൾ 12.5%ന്റെ 2.5% എന്ന് പറയുമ്പോൾ 0.3125 വരും. അപ്പൊ ആകെ എത്രയാണ് നോക്കിയേ, പ്ലസ് 12.5 എത്രയാ നോക്കിയേ, 12.8125 വരും അല്ലെ. ഇനി ഇതിന്റെ എത്ര ശതമാനം എഡ്യൂക്കേഷൻ നോക്കിയേ, പ്ലസ് ഇതിന്റെ എത്ര പെർസെൻറ്റേജാ, 3%. ഇതിന്റെ 3% അല്ലെ. അപ്പൊ ഇതിന്റെ 3% എത്രയാണ് നോക്കിയേ, 0.3843. ഓക്കെ, പ്ലസ് 12.8125. അപ്പൊ നമുക്ക് ആകെ വരുന്നത് 13.19% ആണ്. ഞാൻ പെർസെൻറ്റേജിലാണ് കണ്ടത് കേട്ടോ, എമൗണ്ട് അല്ല. അപ്പൊ വളരെ ഈസിയാണ്. നമ്മൾ ടാക്സ് എത്രയും നോക്കുക, അത് 12.5 ആണ്. അതിന്റെ 2.5% സർചാർജ്, അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 12.81% കിട്ടും. എല്ലാം പെർസെൻറ്റേജ്. അതിന്റെ എത്ര വരും, അതിന്റെ 3% കൂടെ വരും, അതൊരു 0.3843 വരും. അപ്പൊ ടോട്ടൽ D1 എന്ന് പറയുന്നത് 13.13. ഇപ്പൊ എല്ലാം കിട്ടിക്കഴിഞ്ഞു, നമുക്ക് നേരെ അപ്ലൈ ചെയ്താൽ മതി. നമ്മുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഡിവിഡൻഡ് എത്രയാ, ഡിവിഡൻഡ് 12 ഇൻറ്റു 1 പ്ലസ് 0.1319. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ടാക്സ്. ഓക്കെ, പ്ലസ് റിഡംഷൻ വാല്യൂ 120 മൈനസ് 104.5 ഡിവൈഡഡ് ബൈ എത്ര കൊല്ല, 5 കൊല്ലം. ഓക്കെ, ഓൾ ഡിവൈഡ് ബൈ 120 പ്ലസ് 104.5 ബൈ 2 ആവറേജ് ചെയ്യാം. ഓക്കെ, അപ്പൊ എത്രയാണെന്ന് വീണ്ടും എടുത്തെഴുതാം, ശ്രദ്ധിച്ചോ, ഒറ്റയടിക്ക് അങ്ങ് തീർക്കാം. 12 ഇൻറ്റു 1.1319 എത്ര വരും, 13.5828 പ്ലസ് 120 മൈനസ് 104.5 ബൈ 5 എത്ര വരും, ഒരു 3.1 രണ്ടും കൂടെ ആഡ് ചെയ്യാം. പ്ലസ് 13.5828 ഈക്വൽ ടു എത്ര വരും, 16.6828 ഡിവൈഡഡ് ബൈ 120 പ്ലസ് 104.5 ബൈ 2 എത്ര വരും, 112.25 ഇൻറ്റു 100 എത്ര നോക്കി, 16.6828 ഡിവൈഡഡ് ബൈ 112.25%. എത്ര വരും നോക്കിയേ, ഒരു 14.86%. കറക്റ്റ് അല്ലേ നോക്കാം. ഓക്കെ, 14.86 കറക്റ്റ് ആണ്, 14.86 കണ്ടോ. അപ്പോൾ ഇത് വേറെ ഇഷ്യൂ ഒന്നുമില്ല. ടാക്സിലേക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. ഡി പ്ലസ് ജസ്റ്റ് ഡി ചെയ്താൽ മതി, ഡിവിഡൻഡ് പ്ലസ് റിഡംഷൻ വാല്യൂ മൈനസ് നെറ്റ് പ്രൊസീഡ്സ് ബൈ എൻ, ഓൾ ഡിവൈഡ് ബൈ റിഡംഷൻ വാല്യൂ പ്ലസ്
നെറ്റ് പ്രൊസീഡ്സ് ബൈ 2. ഇനി ഡിവിഡൻഡ് ടാക്സ് കൂടെ വരുവാണെങ്കിൽ നമ്മുടെ ലയബിലിറ്റി കൂടും. D × 1 + D1. അപ്പോൾ ശ്രദ്ധിക്കുക, D1 കാണുമ്പോൾ ടാക്സ് എടുക്കണം, സർചാർജ് എടുക്കണം, അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അതിൽ എഡ്യൂക്കേഷൻ സെസ് എടുക്കണം. SHA ഉണ്ടെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ സെസ് ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഏതിൻ്റെ കൂടെ? ഡിവിഡൻഡ് പ്ലസ് സർചാർജിൻ്റെ കൂടെ, ഡിവിഡൻഡ് പ്ലസ് സർചാർജിൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി റെഡീമബിൾ പഠിച്ചു കഴിഞ്ഞു, അതിൻ്റെ പ്രോളോഗ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഡെപ്റ്റായി, പ്രിഫറൻസ് ഷെയർ ആയി, റെഡീമബിളും ഇറഡീമബിളും ആയി. ബോണ്ടിൻ്റെ വാല്യൂ കാണാൻ പഠിച്ചു, ഈക്വൽ അമൗണ്ടൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ കാണാൻ പഠിച്ചു. ഇനി നമുക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നോക്കാം. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അടുത്ത മെയിൻ ആണ്. ഇക്വിറ്റി റിട്ടേൺ ഏർണിങ്സ് പഠിക്കുമ്പോൾ ഏതാണ്ട് സെയിം തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, റിട്ടേൺ ഏർണിങ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഇക്വിറ്റിയുടെ ഒരു പോർഷൻ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഏതാണ്ട് സെയിം തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമുള്ളൂ. അതായത് റിട്ടേൺ ഏർണിങ്സ് പറയുമ്പോൾ പറയാം, ബട്ട് നമ്മൾ പഠിക്കുമ്പോൾ സെയിം ഓർത്ത് തന്നെ പഠിക്കുക. വേറെ ഇക്വേഷൻ ഒന്നും ഇല്ല റിട്ടേൺ ഏർണിങ്സിന്. ചെറിയൊരു കാര്യങ്ങൾ, കൺസെപ്റ്റുകളൊന്ന് ചേഞ്ച് ചെയ്താൽ അത് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുണ്ട്, ഇത് കുറേ മെത്തേഡ് ഉണ്ട്. നമുക്ക് നോക്കാം. നമ്മുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ കാണുമ്പോൾ ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ്, ഏർണിങ്സ് പ്രൈസ് അപ്രോച്ച്, ഡിവിഡൻഡ് ഗ്രോത്ത് അപ്രോച്ച്, ഗോർഡൻ മോഡൽ. ഗോർഡൻ ആണത് കണ്ടുപിടിച്ചത്. ഗോർഡൻസ് ഡിവിഡൻഡ് ഗ്രോത്ത് മോഡലിലാണ് അതിൻ്റെ പേര്. റിയലൈസ്ഡ് ഈൽഡ് അപ്രോച്ച്, അതുപോലെ തന്നെ CAPM, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ. അങ്ങനെ ഏതാണ്ട് 5 മെത്തേഡുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓരോന്ന് നോക്കാം. അതിൽ ആദ്യം നമുക്ക് ഡിവിഡൻഡ് ഈൽഡും അതുപോലെ തന്നെ ഗ്രോത്തും നോക്കാം. അത് കഴിഞ്ഞിട്ട് ഏർണിങ്സിലേക്കൊക്കെ പോവാം. അപ്പോൾ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് നോക്കോട്ടോ. ഇതിൽ ശ്രദ്ധിക്കുക, ഇതിൽ റെഡീമബിൾ എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. കാരണം ഇതിൽ ഇറഡീമബിൾ മാത്രമേ ഉള്ളൂ. കാരണം ഇക്വിറ്റി ക്യാപിറ്റൽ നമ്മൾ റെഡീം ചെയ്യില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് റെഡീമബിൾ ഇല്ല, ഇറഡീമബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ശ്രദ്ധിച്ചേ, നമ്മൾ ഇൻട്രസ്റ്റ്, നമ്മുടെ ഡെപ്റ്റിൻ്റെ നോക്കാം. ഇൻട്രസ്റ്റ് ബൈ NP ഇൻറ്റു 1 - T. ഇതായിരുന്നു. ഇത് മാറ്റി D ആക്കി എന്തായി? നമ്മുടെ പ്രിഫറൻസ് ഷെയർ ആയി. ഡിവിഡൻഡ് ഇൻറ്റു 1 + D1. ഓക്കെ, ഡിവിഡൻഡ് ടാക്സ് ഉണ്ടെങ്കിൽ. പക്ഷെ ഇത് ഏതാണ്ട് ഇതേ കൺസെപ്റ്റ് തന്നെയാണ് ഇക്വിറ്റിക്കും. ഇക്വിറ്റിക്ക് നമ്മൾ ആരായിട്ട് കൊടുക്കുന്നത് എന്താ? റിട്ടേൺ ആയിട്ട് കൊടുക്കുന്നത് എന്താ? ഡിവിഡൻഡ് ആണ്. അപ്പോൾ D ആണ്. ഡിവിഡൻഡ് ബൈ NP സെയിം ഇക്വേഷൻ ആണ്. ഇൻട്രസ്റ്റ് അല്ലാത്തതുകൊണ്ട് ടാക്സ് സേവിങ്സ് ഇല്ല. പിന്നെ റെഡീമബിൾ അല്ലാത്തതുകൊണ്ട് മറ്റേ RVNP സംഭവം ഒന്നുമില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. ഉണ്ടോ? അപ്പോൾ നോക്കിയേ, ഇൻഡിക്കേഷൻ നോക്കുക, സിമ്പിളാണ്. എന്താണ്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈക്വൽ ടു D/P0. P0 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ NP തന്നെയാണ്. മാർക്കറ്റ് പ്രൈസ് ആണെങ്കിൽ അത് എടുക്കുക, അല്ല മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. നോർമൽ അത് തന്നെ. അതുകൊണ്ട് ഇതിനകത്ത് നോക്കിയേ, ഡിവിഡൻഡ് പെർ ഷെയർ 4 രൂപ, മാർക്കറ്റ് പ്രൈസ് 20 രൂപ. അപ്പോൾ എത്രയാണ് നമ്മുടെ 4 ഡിവിഡൻഡ് ബൈ മാർക്കറ്റ് പ്രൈസ്? വേറെ ഒന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ 4/20 ഇൻറ്റു 100. ഇത്ര നോക്കിയേ, 20% അല്ലേ? 20%. ഓക്കെ, 20%. ഇത്രയുള്ള സംഭവം, വേറെ ആന കാര്യമൊന്നുമില്ല. ഓക്കെ, നോക്കാം. AB ലിമിറ്റഡ് ഇഷ്യൂഡ് ഷെയർ ഓഫ് 100 ഈച്ച് അറ്റ് എ പ്രീമിയം ഓഫ് 10%, അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ 5%, റേറ്റ് ഓഫ് ഡിവിഡൻഡ് എക്സ്പെക്റ്റഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ഈസ് 12%. ഡിവിഡൻഡ് എക്സ്പെക്ട് ചെയ്യുന്നത് 12 ആണ്. ഡിറ്റർമൈൻ ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ അല്ലേ? ഡിറ്റർമൈൻ ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. അപ്പോൾ നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് ഓക്കെ, ഇവിടെ തന്നെ ചെയ്യാം. ഇത്രയുള്ള സംഭവം 12 ആണ് നമ്മളുടെ ഡിവിഡൻഡ്, ഡിവൈഡഡ് ബൈ NP. NP എന്ന് പറഞ്ഞാൽ എന്താ? 100-നാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്, 10% പ്രീമിയം, അപ്പോൾ 110.
അതിൽ നിന്ന് 5% ഫ്ലോട്ടേഷൻ കോസ്റ്റ് പോകും. അപ്പോൾ 110ന്റെ 5% പോയിട്ട് ബാക്കി എത്രയുണ്ട്? 104.5 അല്ല ഇൻറ്റു 100. ഇതൊക്കെ നമ്മൾ നേരത്തെ ഇത് അതേ കൺസെപ്റ്റ് തന്നെയാണ്. ഇപ്പോൾ എത്രയാണ്? 12 ഡിവൈഡഡ് ബൈ 104.5%. എത്രയാ? 11.48%. 11.48. ഇത് വേറെ ഇഷ്യൂ ഒന്നുമില്ല. 11.48. പ്രൈസ് ഏണിംഗ് വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് നിർബന്ധമായിട്ടും ഡിവിഡൻഡ് കൊടുക്കണം എന്ന് റൂളൊന്നുമില്ലല്ലോ അല്ലെ. ചില കമ്പനികൾ ഡിവിഡൻഡ് കൊടുക്കണം എന്നൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം? ഏണിങ്സ്, EPS യൂസ് ചെയ്യാം അല്ലേ. നമുക്കറിയാം ഏണിങ്സിൽ നിന്നാണ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നത്. ഡിവിഡൻഡ് കൊടുത്തില്ല എന്നർത്ഥം അവിടെ കോസ്റ്റ് ഇല്ല എന്നാണ്, ഒരിക്കലും അല്ല. ഡിവിഡൻഡ് കൊടുക്കാത്ത കേസസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഏണിങ്സ് ഉപയോഗിക്കാം. അതുകൊണ്ട് ഡി എന്നുള്ളത് EPS ആവും. ഇക്വേഷൻ കണ്ടോ? ഈ K ഈക്വൽ ടു എന്താണ്? ഇ മൈനസ് മാർക്കറ്റ് പ്രൈസ് എന്ന് വെച്ചാൽ ഇ എന്ന് പറഞ്ഞാൽ EPS ബൈ മാർക്കറ്റ് പ്രൈസ്, അത്രയേ ഉള്ളൂ. കണ്ടോ? ദിസ് മെത്തേഡ് നോട്ട് ചെയ്തോ. ദിസ് മെത്തേഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ അസംഷൻ ദാറ്റ് ഈവൻ ഇഫ് ദ ഫേം ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഏണിങ്സ് ആസ് എ ഡിവിഡൻഡ്. കണ്ടോ? അപ്പോൾ അതാണ് പറയുമ്പോൾ ഡിവിഡൻഡ് കൊടുത്തില്ല എന്ന് കരുതി നമുക്ക് അവിടെ കോസ്റ്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഡെപ്റ്റ് പഠിച്ചപ്പോൾ IY എന്ന് പറഞ്ഞു, ഇൻട്രസ്റ്റ് ബൈ. ഓക്കെ, ഇൻട്രസ്റ്റ് നിർബന്ധമായിട്ട് കൊടുക്കണം. പ്രിഫറൻസ് ഷെയർ പഠിച്ചപ്പോൾ DY എന്ന് പഠിച്ചു, ഡിവിഡൻഡ് നിർബന്ധമായിട്ട് കൊടുക്കണം. ഇവിടെ അങ്ങനെയല്ല, ഇത് ഇക്വിറ്റിയാണ്. ഇക്വിറ്റിക്ക് ഡിവിഡൻഡ് കൊടുക്കുന്നത് യാതൊരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ നമ്മളത് കീപ്പ് ചെയ്യും. സോ അങ്ങനെയുള്ള കേസിൽ അപ്പോൾ അവിടെ കോസ്റ്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ഡിവിഡൻഡ് ഇല്ലെങ്കിൽ പകരം ഏതെടുക്കുക? ഏണിങ്സ് എടുക്കുക. അപ്പോൾ അതാണ് ഏണിങ്സ് മോഡൽ. എന്താണ്? EPS ഡിവൈഡ് ബൈ NP അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വളരെ ഈസിയാണ്. ഇതുകൊണ്ട് അത് ഏണിംഗ് അവൈലബിൾ ടു ദ ഷെയർ ഹോൾഡേഴ്സ് എമൗണ്ട് ടു 40,000 represented by 10,000 equity share and the current market price 25. കണ്ടോ? 40,000 ആണ് ടോട്ടൽ ഏണിങ്സ്. 10,000 ഷെയർ ഉണ്ട്. അപ്പോൾ 40,000 ഡിവൈഡഡ് ബൈ 10,000 ഈക്വൽ ടു EPS എത്ര വരും? 4 വരും. EPS 4 ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് നേരിട്ട് തന്നിട്ടുണ്ട്. മാർക്കറ്റ് പ്രൈസ് എത്രയാ? 25 ഇൻറ്റു 100 അല്ലേ. അപ്പോൾ എത്ര വരും? 4/25%. എത്രയാ? 16% ആയിരിക്കും നമ്മളുടെ എന്ത്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അണ്ടർ ഏണിംഗ് മോഡൽ. ഓക്കെ, ഡിവിഡൻഡ് വരെ ഏണിങ്സ് എടുക്കും. ടാക്സിന്റെ ഒന്നും ക്വസ്റ്റിനേ ഇല്ല, കാരണം ഇവിടെ ഒന്നും ടാക്സ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ടാക്സിന്റെ ഒരു ക്വസ്റ്റിനേ ഇവിടെ വരുന്നില്ല. Bishwas, the best coaching by chartered accountants for CA and CMA. Excellent research including all India ranks. Bishwas, the best option for CA and CMA.